അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. വളരെയേറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യേണ്ടത് ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്കും കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യുക. മരണം പടച്ചറബിൻ്റെ ഖലാഖാണ്. പടച്ചറബിൻ്റെ വിധിയെ നമുക്ക് മാറ്റിമറിക്കാൻ കഴിയില്ലല്ലോ. സഹിക്കുക, ക്ഷമിക്കുക, അത്രേ നമുക്ക് പറയാനുള്ളൂ. കേൾക്കുന്ന നമുക്ക് തന്നെ പിടിച്ചു നിൽക്കാനാവുന്നില്ല. ഇന്ന് കാലത്ത് കേട്ട ഈ ഒരു വാർത്ത നമ്മളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. ഓരോ ദിവസവും ഒരുപാട് കുഞ്ഞുങ്ങളാണ് നമുക്ക് നഷ്ടമാകുന്നത്. നമുക്കൊക്കെ ഒന്നേ ചെയ്യാനുള്ളൂ, മക്കൾക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി എന്നും ദുആ ചെയ്യുക. ബാക്കിയൊക്കെ പടച്ചറബിൻ്റെ വിധിയാണെന്നോർത്ത് സമാധാനിക്കേണ്ടി വരും. എല്ലാം നിശ്ചയിക്കുന്നവൻ പടച്ചറബാണ്. സഹിക്കാനും പൊറുക്കാനുമുള്ള മനസ്സ് ആ മാതാപിതാക്കൾക്ക് കൊടുക്കട്ടെ. അവരുടെ മനസ്സ് മാറാതെ പടച്ചറബ് നോക്കട്ടെ. പ്രവാസ ലോകത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ഒരു മരണമാണിത്. നമ്മൾ ഒരുപാട് മരണവാർത്തകളൊക്കെ നിങ്ങളുടെ മുന്നിലെത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുപോലുള്ള ചില മരണവാർത്തകൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുമ്പോൾ നമ്മൾ തന്നെ വല്ലാതായി പോവുകയാണ്. ഒരുപാട് വേദനയോടെയാണ് ഈ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. പ്രവാസ ലോകത്തെ ആകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടാണ് അലൻ റൂമി എന്ന ഈ ഒരു 2 വയസ്സുകാരൻ വിട പറഞ്ഞിരിക്കുന്നത്. ഷാർജയിൽ വെച്ചായിരുന്നു മരണം. ഏറെ സങ്കടപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ മാസം 18-നാണ് ഉമ്മയും മോനും പുന്നാര ഉപ്പയെ കാണാൻ ആശിച്ച് കൊതിച്ച് 2 മാസത്തെ സന്ദർശന വിസയിൽ ഷാർജയിലെത്തിയത്. ഉപ്പയെ കാണാനെത്തിയ മകൻ ഉപ്പയെ കണ്ട സന്തോഷത്തിലായിരുന്നു, ആവേശത്തിലായിരുന്നു. ഉപ്പയും മകനും തമ്മിൽ അവിടെ ആഘോഷമായിരുന്നു. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആ ഒരു സന്തോഷവും ആഹ്ലാദവും അവിടെ നിലനിന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, അലൻ റൂമി എന്ന ആ 2 വയസ്സുകാരൻ പടച്ചറബിലേക്ക് നേരത്തെ കാലത്തെ പോയിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മലപ്പുറം ചട്ടിപ്പറമ്പ് സ്വദേശികളായ ഷർഫുദ്ദീൻ്റെയും സഫ്നയുടെയും മകനാണ് മരണപ്പെട്ടുപോയ അലൻ എന്ന 2 വയസ്സുകാരൻ. ഉപ്പയോടൊപ്പം കുറച്ച് ദിവസം ചിലവഴിക്കാൻ പോയതായിരുന്നു ഉമ്മയും മകനും. അന്ന് അവിടെ നടന്ന സന്തോഷം, ആ ഒരു ആഹ്ലാദം, അവരുടെ കളിയും ചിരിയും കണ്ട അവിടെയുള്ള ആളുകൾക്ക് ഇത് തീരെ സഹിക്കാനായില്ല. എങ്ങനെയാണ് ഇത് സഹിക്കുക? ആ മകൻ്റെ കുസൃതിയും കളിച്ചിരികളും കണ്ട ആളുകൾക്കൊരിക്കലും ആ മോനെ മറക്കാനാവില്ല. സന്തോഷം നിറഞ്ഞ ആ ഒരു വീട് പെട്ടെന്ന് നിലച്ചു പോവുകയാണ്. ബുധനാഴ്ച വൈകുന്നേരമായിരുന്നു ഈ ഒരു കാർ അപകടം ഉണ്ടാകുന്നത്. അതോടുകൂടി ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർന്നു പോവുകയാണ്. പിതാവിനോടൊപ്പം കളിച്ചു നടക്കേണ്ട ആ ഒരു പ്രായത്തിൽ പ്രവാസ മണ്ണിൽ വെച്ച് പൊന്നുമോൻ വിട പറഞ്ഞപ്പോൾ അത് ആ കുടുംബത്തിന് മാത്രമല്ല, പ്രവാസി മലയാളി സമൂഹത്തിനാകെ വലിയൊരു നോവായി മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വാർത്ത വെറും വാർത്തയായി കരുതുവാനല്ല ഇത് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇത് വെറും ഒരു യൂട്യൂബ് വീഡിയോ ആയി നിങ്ങളാരും കരുതരുത്. എല്ലാവരും ദുആ ചെയ്യുക. ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് പടച്ചറബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, അലൻ റൂമി എന്ന ആ ഒരു പൊന്നുമോന് നിൻ്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. പടച്ചറബ്ബേ, സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണേ റബ്ബേ. ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, ആ മാതാപിതാക്കളുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. മക്കൾ മരണപ്പെട്ട മാതാപിതാക്കളെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് റബ്ബേ. പടച്ചറബ്ബേ, ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ നിന്നും പൊട്ടിക്കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബേ. ആ മാതാപിതാക്കൾക്കൊക്കെ നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നിനക്കറിയാലോ റബ്ബേ. അവരെ നീ കൈവിടല്ലേ റബ്ബേ. അവരുടെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് മക്കൾ മരണപ്പെട്ട് മാനസിക നില തന്നെ തെറ്റിയ അവസ്ഥയിലാണ് റബ്ബേ. അവർക്ക് നീ തന്നെ സമാധാനം കൊടുക്കണേ റബ്ബേ. അവരുടെയൊക്കെ മനസ്സ് മാറാതെ നീ നോക്കണേ റബ്ബേ. റബ്ബേ, നമ്മുടെ മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് തരല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് റബ്ബേ നമ്മുടെയൊക്കെ ജീവിതവും ജീവനും. നിനക്കറിയാലോ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, അപകടത്തിലും അബദ്ധത്തിലും വന്നു പെടാം റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ നീ തന്നെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളിൽ മേൽ ഒരു സംരക്ഷണം നീ നൽകണേ റബ്ബേ. റബ്ബേ, കീറി മുറിഞ്ഞ് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിധത്തിലുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ. നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബേ. അല്ലാഹുവേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ.
ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഈ പൊന്നുമോൻ്റെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഇവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യുക. ആരും മുഷിപ്പ് തോന്നരുത്. പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദിയ ചെയ്യുക. ആ മാതാപിതാക്കൾക്ക്, ആ പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് എല്ലാവരും തീർച്ചയായും ദുആ ചെയ്യണം. അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.